ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ആക്ടർ ശ്രീനിവാസൻ ചേട്ടൻ്റെ സൂര്യകാന്തി തോട്ടത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. സൂര്യകാന്തി തോട്ടം മാത്രമല്ല, അവിടെ പച്ചക്കറി തോട്ടമുണ്ട്. അതായത് പടവലങ്ങ, അച്ചിങ്ങ, പാവയ്ക്ക, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തോട്ടമാണ് കേട്ടോ. ഈ കാണുന്നതാണ് സൂര്യകാന്തി തോട്ടം. നമ്മൾ പോയപ്പോൾ ഒരു 10:30 ആ ഒരു ടൈമൊക്കെ ആയി. അതുകൊണ്ടാണ് ഇങ്ങനെ സൂര്യകാന്തിയൊക്കെ വാടി തളർന്ന് കിടക്കുന്നത്. ഒരു 7 മണിക്കൊക്കെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിവർന്ന് നിൽക്കുന്ന സൂര്യകാന്തിനെ കാണായിരുന്നു. എന്നാലും കുറച്ച് പൂവിനൊക്കെ കണ്ടുട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ ഫോട്ടോ എടുക്കാനും മറ്റും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ഇങ്ങനെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. നല്ല ഗ്രാമപ്രദേശമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ആരെങ്കിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറ, ഉദയംപേരൂര്, കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വരുന്നവരെന്തായാലും കുറച്ചൊന്ന് നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടിപൊളി കാഴ്ചയൊക്കെ കാണാം കേട്ടോ. പിന്നെ ഈവനിങ് വന്നാലും സൂര്യകാന്തി കാണാൻ പറ്റില്ലായിരിക്കും. കാരണം വെയിലൊക്കെ പോയുമ്പോൾ പൂവൊക്കെ വാടി തളർന്ന് നിൽക്കണ്ടാവും. ഇത് കണ്ടോ, ജമന്തിയുടെ ഒരു തോട്ടം തന്നെയുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് പടവലങ്ങ തോട്ടം. പടവലങ്ങ മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പാവയ്ക്കയുണ്ട്, പിന്നെ ചൊരയ്ക്കയുണ്ട്. ചൊരയ്ക്ക ഞാൻ കണ്ടിട്ടുള്ള ചൊരയ്ക്ക എങ്ങനെയാന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ഈ എന്താ പറയാ, വെള്ളരിക്കൊക്കെ പോലത്തെ ഒരു ചൊരയ്ക്കയാണ്. ഇത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ചൊരയ്ക്ക. ഇങ്ങനത്തെ ചൊരയ്ക്ക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമുക്ക് പിന്നെ നല്ല ഫ്രഷ് പച്ചക്കറി വാങ്ങിക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ വിഷരഹിത പച്ചക്കറിയാണ്. പിന്നെ പുറമേ നിന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണല്ലോ. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടാണ് കേട്ടോ ഇവിടെ പച്ചക്കറി. എന്നാലും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി വാങ്ങാലോ എന്നുള്ളൊരു സമാധാനം. അതും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം അല്ലാത്തത്. ഈ ഈ കാണുന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ. പടവലങ്ങ, വെണ്ടയ്ക്ക, വെള്ളരിക്ക, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ തണ്ണിമത്തൻ തന്നെ പല പല ടൈപ്പിലുള്ള തണ്ണിമത്തനുണ്ട്. തണ്ണിമത്തൻ ഉള്ളിലും മഞ്ഞ കളറുള്ളത്, പിന്നെ ചുവപ്പ് കളറുള്ളത്, അങ്ങനെ ഡിഫറെന്റ് തണ്ണിമത്തൻ ഉണ്ട് കേട്ടോ. പിന്നെ ചീരത്തോട്ടമുണ്ട്. ചീരത്തോട്ടം കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഈ കാണുന്നതാണ് ചീരത്തോട്ടം. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.